ജയ് ഗണേഷ്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഫ്രഷ്നെസ് ആയിട്ട് ഫീൽ ചെയ്തൊരു ഒരു കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പുതുമ തോന്നി നമുക്ക് പടത്തിൽ. പിന്നെ പടം നമ്മളെല്ലാവരും വിചാരിക്കും ഒരു സൂപ്പർ ഹീറോ അങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണെന്ന് വിചാരിക്കും. ഫസ്റ്റ് ഹാഫ് ഏകദേശം അങ്ങനത്തെ ഒരു മൂഡിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പിന്നെ അത് മെല്ലെ പതിയെ നമ്മളിപ്പോൾ കണ്ടു വന്നിട്ടുള്ള കഥകളും എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള കുറേ കഥകളുമായിട്ട് സാമ്യം തോന്നാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ത്രില്ലർ മൂഡിൽ കൂടെയാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. പക്ഷെ അത് ത്രില്ലർ മൂവി എന്ന് പറയാൻ പറ്റില്ല. ഇത് കൂടുതലും ഫാമിലികൾക്കും പിന്നെ അതേപോലെ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ലൊരു സിനിമയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഓവറായിട്ട് പറയാനായിട്ടുള്ള സീനുകളോ അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷനായിട്ടുള്ള സീനുകളൊന്നും ഇതിലില്ല. ഭയങ്കര നോർമലായിട്ടാണ് ഈ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇൻ്റർവെല്ല് വരെ ഉണ്ണിമൂതൻ പക്ക ക്യാരക്ടറായിട്ടാണ് നിന്നിരുന്നത്. നല്ല അഭിനയം, പണ്ടാറ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഉണ്ണിമുന്തൻ ഇപ്പോൾ ഭയങ്കര ബെറ്ററായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് അഭിനയത്തിൽ എല്ലാം കൊണ്ടും ഇപ്പോൾ സിനിമ എടുക്കുന്ന കാര്യത്തിലായാലും പോലും ഭയങ്കരമായിട്ട് നല്ല മാറ്റം വന്നിട്ടുള്ള ഒരു നടനാണ്. ഇപ്പോൾ നല്ല ഒരു നടനാണെന്ന് പറയാനുള്ള ഒരു ഇതിലേക്കായി. ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് സീനുകളുണ്ട്, അതിലൊന്നും ക്യാരക്ടർ നമുക്ക് തോന്നില്ല. ഉണ്ണിമുന്തൻ്റെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ കണ്ട ഒരു ഫീല് നമുക്ക് തോന്നില്ല. കാരണം അങ്ങനത്തെ സീനുകളാണ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ക്ലൈമാക്സിലാണ് പിന്നെ വീണ്ടും ക്യാരക്ടറിലേക്ക് കയറണമെങ്കിൽ വേണമെങ്കിൽ പറയാം. ഭയങ്കര ക്ലൈമാക്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പടം കൊണ്ടുപോയിട്ടിരിക്കുന്നത്. തുടക്കം തൊട്ട് അവസാനം വരെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിടിച്ചു നിർത്താനായിട്ട് സിനിമ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കുറേയൊക്കെ നമ്മൾ കണ്ടു മറന്നിട്ടുള്ള കുറേ ത്രില്ലർ സിനിമകളൊക്കെ പോലൊക്കെ തന്നെ ഒരു പാറ്റേണിലൂടെയാണ് ഈ പടം പോണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ആകാംക്ഷയിലിരിക്കാനുള്ള ഒരു സീനോ കാര്യങ്ങളൊന്നും ഈ പടത്തിലില്ല. പക്ഷേ എന്നിരുന്നാലും വ്യത്യസ്തമായ ഒരു രീതിയിൽ അവർ നല്ല രീതിയിൽ ട്രൈ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. അത് ചില സ്ഥലത്തൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം BGM ആണ്. ഇത് ഈ സിനിമയുടെ കഥയ്ക്ക് ആപ്റ്റായിട്ടുള്ള BGM ആണ് കൊടുത്തിരിക്കുന്നത്. BGM ആണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇപ്പോൾ എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഭയങ്കര നോർമലായിട്ടാണ്. സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എല്ലാതായാലും എടുത്ത് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു സിമ്പിളൊരു കഥ വെച്ചിട്ട് അവർ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലായിട്ട് കുഴപ്പമില്ല തോന്നി പടം. നൈസ് പടം. പിന്നെ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് പടം ഇരിക്കുന്നത്. പടത്തിൽ അങ്ങനെ അധികം കോമഡി ഇല്ല. ആകെ ഒരൊറ്റ സീനിലാണ് കോമഡി ഉള്ളത്. ഇപ്പോൾ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എൻ്റർടൈനറായിട്ട് ഇരിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈനറായിട്ട് കൂടുതലും ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കണ്ടു പോകുന്ന ഒരു പടം കൂടിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത് പറയാനായിട്ട് ഈ പടത്തിന് ഒന്നുമില്ല. എന്ന് കരുതി ഈ പടം ഒരിക്കലും പൊട്ട പടമല്ല, നല്ല പടമാണ്. എനിക്കെന്തായാലും കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട് ബെറ്ററായിട്ട് തോന്നി എനിക്ക് ഈ പടം. അപ്പോൾ മാക്സിമം എല്ലാവരും പോയി കാണാം. കണ്ടു കഴിഞ്ഞിട്ട് ആർക്കും കണ്ടില്ലോ എന്നുള്ളൊരു തോന്നലൊന്നും വരില്ല. അത്ര എന്താ പറയുക, ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പ് പറയാനുള്ളൊരു പടമില്ല എന്നുള്ളത്. പക്ഷെ നല്ല പടം കൂടിയാണ്. നന്നായി ഉണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓൾറൗണ്ട് നല്ലൊരു പടം. അത്രയും നമുക്ക് പറയാൻ പറ്റില്ല. അധികം നമുക്ക് അങ്ങോട്ട് പൊലിപ്പിച്ച് പറയാനായിട്ടുള്ളതൊന്നും ഇല്ല സിനിമയിൽ. പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും, പല ആൾക്കാർക്കും ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിട്ട് കൂടുതലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണാം. അപ്പോൾ ഇനി അടുത്തത് വർഷങ്ങൾക്ക് ശേഷമാവുമെന്ന് വിചാരിക്കുന്നു റിവ്യൂ. ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഞാൻ നല്ല തിയേറ്ററിൽ കാണുന്നത് കൊണ്ടാണ് ഇത്ര ലേഖാവുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.